അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഒരു വലിയ അനുഗ്രഹമാണ് അവൻ്റെ വീട് എന്ന് പറയും. ആ വീടുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഇബാദത്തുകൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സല്ലു അയ്യുഹന്നാസു ഫീ ബുയൂത്തിക്കും ഫഇന്ന അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലാ സ്വലാത്തൽ മക്തൂബ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക. കാരണം ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും പുണ്യകരമായ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അത് വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെ റവാത്തിബ് സുന്നത്തുകൾ, അതേപോലെ തന്നെ ദുഹാ നിസ്കാരം, അതേപോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ വീടിനെ അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിൻ്റെ ദിക്റുകൾ പറയുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, എന്നും അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കുന്ന വീടുകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമളാനിൽ അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.